എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 16ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ കാടും കാവുകളും മൂടിക്കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും നിഗൂഢവും ശക്തവുമായ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടുള്ള സാക്ഷാൽ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൻ്റേതാണ്. കേരളത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടാണ് മണ്ണാറശാലയുടെ കഥ. പരശുരാമൻ കടലിൽ നിന്ന് മഴയെറിഞ്ഞ് കേരളം വീണ്ടെടുത്തപ്പോൾ ആ മണ്ണിൽ ഉപ്പുരസം വളരെ കൂടുതലായിരുന്നു. കൂടാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഭീഷണിയായി വിഷപ്പാമ്പുകളുടെ ശല്യവുമുണ്ടായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പരശുരാമൻ ശിവനെ ഭജിക്കുകയും ശിവന്റെ നിർദ്ദേശപ്രകാരം നാഗരാജാവായ വാസുകിയെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. പരശുരാമന്റെ തപസ്സിൽ പ്രസന്നനായ നാഗരാജാവ് പ്രത്യക്ഷപ്പെടുകയും തൻ്റെ വിഷാഗ്നി കൊണ്ട് മണ്ണിലെ ഉപ്പുരസം മുഴുവൻ മാറ്റി കേരളത്തെ ബലഭൂഷ്ടമായ ഒരു സുന്ദര ഭൂമിയാക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷം പരശുരാമൻ നാഗരാജാവിനെ പ്രതിഷ്ഠിക്കാൻ തിരഞ്ഞെടുത്ത പവിത്രമായ സ്ഥലമാണ് മണ്ണാറശാല. മണ്ണാറശാലയിലെ ഏറ്റവും സവിശേഷമായ ആചാരം അവിടുത്തെ മുഖ്യപൂജാരി ഒരു സ്ത്രീയാണ് എന്നതാണ്. മണ്ണാറശാല അമ്മ അല്ലെങ്കിൽ വലിയമ്മ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഈ പാരമ്പര്യത്തിൽ പിന്നിലൊരു കഥയുണ്ട്. പണ്ട് ഇല്ലത്ത് വസുദേവനും ശ്രീദേവിയും എന്നു പേരുള്ള ഭക്തരായ ദമ്പതികൾ ജീവിച്ചിരുന്നു. അവർക്ക് കുട്ടികളില്ലാത്ത ദുഃഖം അലട്ടിയിരുന്നു. ഒരിക്കൽ മണ്ണാറശാലയിലെ കാട്ടിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. തീയിൽപ്പെട്ട് അവിടുത്തെ സർപ്പങ്ങളെല്ലാം ഗുരുതരമായി പൊള്ളലേറ്റു. കാരുണ്യമുള്ള ശ്രീദേവിയും ഭർത്താവും ചേർന്ന് പൊള്ളലേറ്റ പാമ്പുകളെയെല്ലാം കാത്തുരക്ഷിച്ചു. അവർ പാമ്പുകളുടെ മുറിവുകളിൽ മഞ്ഞൾപ്പൊടിയും നെയ്യും പാലും കരിക്കിൻ വെള്ളവും ചേർത്ത് ചികിത്സിച്ചു. ഇല്ലത്തെ മൺകലങ്ങളിൽ അവയ്ക്ക് കിടക്കാൻ ഇടമൊരുക്കി. ദമ്പതികളുടെ ഈ ദയയിലും പരിചരണത്തിനും നാഗരാജാവ് അങ്ങേയറ്റം പ്രസന്നനായി. നാഗരാജാവ് ശ്രീദേവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ ഭക്തിയിൽ സംപ്രീതനായി താൻ അവരുടെ മകനായി ജന്മമെടുക്കുമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ കുറച്ചു കാലത്തിനു ശേഷം ശ്രീദേവിക്ക് 2 കുട്ടികൾ ജനിച്ചു. ഒരു മനുഷ്യക്കുട്ടിയും 5 തലകളുള്ളൊരു സർപ്പശിശുവും. ഇവർ 2 പേരും ഒന്നിച്ചു വളർന്നു. കാലം കടന്നുപോയപ്പോൾ സർപ്പരൂപിയായ മകൻ ഇല്ലത്തെ ഭൂഗർഭ അറയിലേക്ക് ശാശ്വത സമാധിക്കായി മാറാൻ തീരുമാനിച്ചു. പോകുന്നതിനു മുമ്പ് ആ സർപ്പശ്രേഷ്ഠൻ അമ്മയ്ക്ക് ഒരു വരം നൽകി. ഇനി മുതൽ അമ്മയായിരിക്കണം എന്നെ പൂജിക്കേണ്ടത്. അമ്മയ്ക്ക് ശേഷം ഈ ഇല്ലത്തിലേക്ക് വിവാഹം കഴിഞ്ഞു വരുന്ന മൂത്ത മരുമകൾ ഈ പൂജാകർമ്മങ്ങൾ തുടരണം. തീപിടുത്തത്തിൽ പൊള്ളലേറ്റപ്പോൾ ശ്രീദേവിയും കുടുംബവും മൺകലങ്ങളിൽ തണുത്ത വെള്ളവും പാലും നിറച്ച് അവയുടെ ചൂടാറ്റാൻ ശ്രമിച്ചു. മണ്ണ് ചൂടാറിയ ശാല എന്നതിൽ നിന്നാണ് മണ്ണാറശാല എന്ന പേര് ഈ പുണ്യഭൂമിക്ക് ലഭിച്ചത് എന്നാണ് വിശ്വാസം. ശ്രീദേവി അന്തർജനത്തിന്റെ മകനായി ജനിച്ച 5 തലയുള്ള നാഗശ്രേഷ്ഠൻ ഭൂഗർഭ നിലവറയിലേക്ക് സമാധിയാകാൻ പോകുന്നതിന് മുൻപ് അമ്മയ്ക്ക് നൽകിയ നിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായിരുന്നു. അമ്മ ജീവിച്ചിരിക്കുന്നതുവരെ അമ്മ തന്നെ നേരിട്ട് പൂജകൾ ചെയ്യണമെന്നും അതിനുശേഷം ഇല്ലത്തെ മൂത്ത മരുമകൾ അത് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് വേണം വലിയമ്മയായി മാറാൻ. അതുകൊണ്ട് തന്നെ ഇല്ലത്തെ മൂത്ത മരുമകൾ വലിയമ്മയായി അവരോധിക്കപ്പെട്ടാൽ പിന്നീട് അവർ ഭൗതികമായി കുടുംബജീവിതം പൂർണ്ണമായും ഉപേക്ഷിച്ച് ക്ഷേത്രത്തിലെ നാഗരാജാവിൻ്റെ അമ്മയും മാത്രമാണ് ജീവിക്കുന്നത്. മണ്ണാറശാല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാട് വന്യമായ ഭംഗിയുള്ള ഒന്നാണ്. ഇവിടെ ആയിരക്കണക്കിന് നാഗപ്രതിമകളുണ്ട്. കാടിനുള്ളിലെ മരങ്ങളോ വള്ളികളോ വെട്ടാൻ പാടില്ല എന്നാണ് നിയമം. ഉണങ്ങി വീഴുന്നവ പോലും അവിടെ തന്നെ കിടന്ന് മണ്ണോട് ചേരണം. വർഷത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ വല്യമ്മ നേരിട്ട് പൂജ നടത്താറുള്ളൂ. കന്നി, തുലാം, വൃശ്ചികം മാസങ്ങളിലെ ആയില്യം നാളുകളിലാണ് വല്യമ്മ പ്രധാന പൂജകൾ ചെയ്യുന്നത്. ഇതിൽ തുലാം മാസത്തിലെ ആയില്യമാണ് ഏറ്റവും പ്രധാനം. അന്നേ ദിവസം വല്യമ്മ തന്നെയാണ് നാഗരാജാവിൻ്റെ വിഗ്രഹം കയ്യിലേന്തി എഴുന്നള്ളത്ത് നയിക്കുന്നത്. പ്രായം വകവയ്ക്കാതെ കഠിനമായ വ്രതശുദ്ധിയോടെ അമ്മ ഈ എഴുന്നള്ളത്ത് നടത്തുമ്പോൾ അത് കാണാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തിയാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ കുട്ടികൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇതിനു പിന്നിലും ഒരു കഥയുണ്ട്. പണ്ട് നാഗങ്ങൾക്ക് തീപിടിച്ചപ്പോൾ അമ്മ വലിയ മൺകലങ്ങളിൽ കിടത്തിയാണ് പരിചരിച്ചത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് വെങ്കല ഉരുളി കമിഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കുന്നു. ദമ്പതികൾ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് നാഗരാജാവിനെയും വല്യമ്മയെയും ദർശിച്ച ശേഷം ഉരുളി കമിഴ്ത്തുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ദമ്പതികൾ കുട്ടിയുമായി വീണ്ടും ക്ഷേത്രത്തിൽ വരണം.
തുടർന്ന് കമഴ്ത്തി വച്ചിരിക്കുന്ന ഉരുളി നിവർത്തി അതിൽ സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള നാഗരൂപവും കാണിക്കയും സമർപ്പിക്കുന്നതോടെയാണ് ഈ വഴിപാട് പൂർണ്ണമാകുന്നത്. നാഗരാജാവിൻ്റെ അംശമായ നാഗപുത്രൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭൂഗർഭ അറയാണ് ഇല്ലത്തെ നിലവറ. വല്യമ്മയ്ക്ക് മാത്രമാണ് ഈ നിലവറയ്ക്കുള്ളിലേക്ക് പ്രവേശനമുള്ളൂ, അതും വർഷത്തിൽ ഒരിക്കൽ മാത്രം. അവിടെ പോയി അമ്മ പ്രത്യേക പൂജകൾ നടത്തുകയും നാഗരാജാവിന് താലപ്പൊലി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നിലവറയ്ക്ക് പുറത്ത് മറ്റാരും ഉണ്ടാകാൻ പാടില്ല എന്നാണ് നിയമം. ഇന്നും മണ്ണാറശാലയിലെ മണ്ണിൽ തൊട്ടാൽ ഭക്തർക്ക് ഒരു പ്രത്യേക തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. പാമ്പുകളുടെ ചൂടാറ്റാൻ മൺകലങ്ങളിൽ വെള്ളം കോരിയ ആ പഴയ അമ്മയുടെ സ്നേഹത്തിൻ്റെ തണുപ്പാണത്. മണ്ണാറശാലയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. 20 Days 20 Stories ചലഞ്ചിൻ്റെ 17ാം ദിവസമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.